നാളെ ഞാൻ തന്നെ നേരിട്ട് സാറിന്റെ നാട്ടിലേക്ക് വന്ന് ഈ ഡിജിറ്റൽ ക്ലോക്ക് വെക്കാം. എന്താ പോരെ? ഒരുപാട് നന്ദിയുണ്ട് സാർ. നമസ്കാരം. ആയിക്കോട്ടെ. നമസ്കാരം ഭൈരവ. കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏതോ ഒരു DCP എൻ്റെ വീട്ടിലേക്ക് വന്നായിരുന്നു. വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാർക്കെല്ലാം വയറു നിറച്ച് ഭക്ഷണം കൊടുക്കുമായിരുന്നു. പക്ഷെ ഞാൻ അവൻ്റെ വയറ് കീറി കുടൽമാല പുറത്തെടുത്തു. അങ്ങനെ അങ്ങ് പോയാലോ? അന്ന് എനിക്കുണ്ടായ കൊല്ലാനുള്ള വേറി ഇപ്പോഴും എന്നെ വിട്ട് പോയിട്ടില്ല. ഇനി അങ്ങോട്ടെന്നും നമ്മൾ തമ്മിൽ കാണേണ്ടി വരും. ഈ ചരടൽപ്പം ഒന്ന് മുറുക്കി കെട്ടിത്തരാവോ? സാറേ, ദാ ഇവിടെ ഒരു ഒപ്പിടാൻ മറന്നുപോയി. വളരെ ഭയാനകമായി വേട്ടയാടുന്ന ഒരു പരിപാടി ഡിസ്കവറി ചാനലിൽ ഞാൻ കണ്ടു. വേട്ട കഴിയാൻ പോവുകയാണെന്ന് കരുതി ഇൻട്രസ്റ്റോടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഏതോ ഒരുത്തം വന്ന ആ ചാനൽ തന്നെ മാറ്റിക്കളഞ്ഞു. സാർ സാർ, ഇവിടെയും കൂടെ. ആ വേട്ടയും മിസ്സാവാൻ പാടില്ല. പിന്നെ ആ ചാനലും മാറ്റിയവനും മിസ്സാവാൻ പാടില്ല. സർ, നമുക്ക് പോവാം. എന്താ ഇത്ര ധൃതി? കുറച്ചാളുകൾക്ക് ശവക്കല്ലറ ഒരുക്കാം. അതിനുവേണ്ടി ചെങ്കല്ല് വാങ്ങണം. ഞാൻ ജയിലിനകത്ത് വെച്ചിട്ട സ്കെച്ചുകളൊന്നും ഇതുവരെ മിസ്സായിട്ടില്ല. പക്ഷെ ഞാൻ പുറത്ത് വന്നപ്പോൾ ഇട്ട സ്കെച്ച് മിസ്സായെങ്കിൽ ആ സൂര്യയ്ക്കും ഈ മണ്ണിനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. തെറ്റി. അവനും ആ വീടും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ബന്ധമുണ്ടല്ലോ. 28 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ അമ്മയുടെ കൈകളിൽ നിന്ന് വേർപെട്ട് ഒരു ഭിക്ഷക്കാരന്റെ കൈകളിലേക്ക് വന്ന് പെട്ടവനാണവൻ. അവൻ മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ട്. വേറെങ്ങുമല്ല, കാശിയില, വാരണാസിയില്. ശവങ്ങൾക്ക് നടുവില അവൻ വളർന്നത്. തീയുണ്ടല്ലോ, കയ്യില് മാത്രമല്ല, അവന്റെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുക. അവൻ കത്തുന്ന സൂര്യനെ പോലെ അവൻ കത്തിക്കൊണ്ടേയിരിക്കും. സർവേ നമ്പർ 2653. അതെന്റെ പ്ലാനാ. സൂര്യ ഇങ്ങോട്ട് അയച്ചതേ ഞാനാ. അവൻ വീട്ടിൽ തിരിച്ചെത്തിയെന്നും ആവും, നിങ്ങൾക്ക് രണ്ടുപേർക്കും കുഴിമാടം കെട്ടിയെന്നും ആവും. അന്ന് നിങ്ങളുടെ പിൻവാതിലൂടെയാ ഞാൻ രക്ഷപ്പെട്ടത്. ഇന്ന് ധൈര്യമായിട്ട് നിങ്ങളുടെ മുൻവാതിലൂടെ കയറി വന്ന് സത്യങ്ങൾ പറഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ജീവനി പേടിയുണ്ടെങ്കിൽ എവിടെങ്കിലും ഒളിച്ചോടി രക്ഷപ്പെടാൻ നോക്ക്. വെട്ടടാ, വെട്ടി കൊല്ലടാ എന്നെ. അച്ഛാ വേണ്ട. ആടിനെ വെട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഉത്സവം വരണം. ഈ മുട്ടനാട് നമ്മുടെ കോട്ട കടന്ന് പോകാതെ നോക്കിക്കോ. എടാ, ഷട്ടറുള്ള സ്ഥലത്തേക്ക് പോകാൻ അങ്ങോട്ടല്ലേ പോകണ്ടേ? നീ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? മുൾവേലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥലം സേഫ് ആയെന്ന് വിചാരിക്കരുത്. ഡിജിറ്റൽ മീറ്റർ വെച്ചോടൻ നമ്മുടെ പ്രോബ്ലംസും സോൾവ് ആവില്ല. ഈ നാടിന് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആദ്യം എനിക്ക് ആ താണ്ഡവനെ തീർക്കണം. ഇന്ന് ആ ഭൈരവൻ ഡിജിറ്റൽ ക്ലോക്ക് സെറ്റ് ചെയ്ത് വെള്ളം തുറന്നു വിട്ടാൽ നീ ഉണ്ടായിട്ടും നിന്റെ അച്ഛൻ മരിച്ചതിന് തുല്യമാണ്. ഞാൻ ജീവനോടെ ഉള്ളതുവരെ ആ നാട്ടിലെ വെള്ളവും ചൊരയും മിക്സാകുമെന്നല്ലാതെ ഡിജിറ്റൽ ക്ലോക്ക് ഫിക്സ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛാ, വണ്ടി മൃദംഗ ഗേറ്റിലേക്ക് വിടാ.
മൃദംഗ ഗേറ്റില് ഡിജിറ്റൽ ക്ലോക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോയതാ ചേട്ടാ. കാല് വെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാലിൽ വീഴുന്നുള്ള താണ്ടവാ. ഇത്രയും നാൾ എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. പേര് കേട്ട അശോക ചക്രവർത്തിക്ക് തൻ്റെ തെറ്റുകൾ മനസ്സിലായത് യുദ്ധത്തിൽ 1.5 ലക്ഷം പേരെ വാളിനിരയാക്കിയപ്പോഴാണ്. അതുപോലെ എനിക്ക് ഇപ്പോഴാണ് കുറ്റബോധം ഉണ്ടായത്. ജയിലിൽ മോശമായ ആളുകളോടൊപ്പം കിടന്ന എൻ്റെ മനസ്സ് മൃഗതുല്യമായി. ജയിലിൽ നിന്ന് വന്ന ഉടനെ നിങ്ങളെ കൊല്ലണമെന്നാ കരുതിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളെ തൊടാൻ പോലും കഴിയില്ല എന്ന്. ഇപ്പോൾ ക്ലോക്ക് വരെ സ്ഥാപിച്ചു. ഇനിയും ഞാൻ നിങ്ങളെ ശത്രുവായി കണ്ടാൽ നിങ്ങൾ എന്നെ വെറുതെ വിടില്ല. മരിക്കുന്നത് വരെ നിങ്ങളെപ്പോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത നല്ലവനാകണമെന്ന് തീരുമാനിച്ചിരിക്കുക. എന്താടാ ഡിജിറ്റൽ ക്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ നിന്റെ അടവൊന്നും നടക്കില്ലെന്ന് പറഞ്ഞ് നാടകം കളിക്കുവാണോ? ക്ലോക്ക് സ്ഥാപിച്ച് വിടുന്ന വെള്ളത്തേക്കാൾ കൂടുതൽ ഞാൻ തുറന്നു വിട്ടിട്ടുണ്ട്. എന്താ നോക്ക്, നമ്മളൊക്കെ അയൽവാസികളായ നാട്ടുകാരാ, സഹോദരങ്ങളെ പോലെയാ. നമുക്കിടയിൽ ഉണ്ടാകേണ്ടത് സ്നേഹവും സാഹോദര്യവും മാത്രമാണ്. അതിനിടയിൽ ഈ ജീവനില്ലാത്ത ക്ലോക്ക് എന്തിനാ? ഇനി മുതൽ നിങ്ങളുടെ നാട്ടുകാർ നമ്മുടെ നാട്ടിൽ വന്നാലും ഞങ്ങളുടെ നാട്ടുകാർ നിങ്ങളുടെ നാട്ടിൽ വന്നാലും കത്തിയെടുത്തു കൊണ്ടുവരാൻ പാടില്ല. താമ്പൂലത്തട്ടുമായി വരാവൂ. ഇനി മുതൽ നമുക്കെല്ലാവർക്കും സഹോദരങ്ങളെ പോലെ ജീവിക്കാം. അതിന്റെ തുടക്കം ഈ എന്നിലൂടെ തന്നെ ആവട്ടെ. നിങ്ങളുടെ കൂട്ടുകാരന്റെ മകളെ നിങ്ങളുടെ മകളായല്ലേ വളർത്തുന്നത്. അവളെ ഞാൻ വിവാഹം കഴിക്കാം. അതും നിങ്ങൾ സമ്മതിച്ചാൽ മാത്രം. അതെ സർ, ഈ 2 നാടുകളും തമ്മിലുള്ള ശത്രുത കാരണം ഇനി എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? 2 നാടും നശിച്ചു പോകുന്നു തന്നെയാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പൊ ഇദ്ദേഹം തന്നെ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തന്നിരിക്കുകയല്ലേ സാർ. സമ്മതിക്കണം സാർ. ചോര കൊടുത്ത് പക വാങ്ങുന്നതിനേക്കാൾ നല്ലത് പെണ്ണിനെ കൊടുത്ത് ബന്ധം ഉണ്ടാക്കുന്നതാണ് നല്ലതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എടോ, വായി തോന്നുമെന്നും വിളിച്ചു പറയാടോ. പെണ്ണിനെ കൊടുത്താൽ വെള്ളം തുറന്നു വിടാൻ തയ്യാറാ. അതേ വെള്ളത്തിൽ തലകൾ വെട്ടിയിട്ടിട്ട് വഴക്കുണ്ടാക്കാനും ഞങ്ങൾ തയ്യാറാ. ഇനി തീരുമാനിക്കേണ്ടത് നമ്മുടെ മുതലാളിയാ. എന്തു പറ്റി ഭൈരവൻ സാർ? എന്നെ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ലേ? ദാ പിടിക്ക, സർവേ നമ്പർ 26-ന്റെ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങളുടെ കൈകൊണ്ട് ഇതങ്ങ് കീറിക്കളഞ്ഞേക്കാം. നായയുടെ വാല് നിവർത്താൻ കഴിയാത്ത പോലെ വീണ്ടും നിങ്ങൾ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വെട്ടി തള്ളും ഞാൻ. എന്നെക്കാൾ ഉപരി എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് ഞാൻ. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കുന്നു. ഇതെന്താ എല്ലാവരും സന്തോഷിക്കേണ്ട ഈ സമയത്ത് മുഖം വീർപ്പിച്ചിരിക്കുന്നത്? സന്തോഷത്തിന്റെ ആരവങ്ങൾ മുഴങ്ങട്ടെ.
കഴുത്തറുക്കുന്നത് സുഖമാണ്, അതും വിശ്വസിപ്പിച്ച് കഴുത്തറുക്കുന്നത് പരമസുഖം. പാമ്പിന് പാല് കൊടുത്തു കഴിഞ്ഞാൽ പാമ്പിന്റെ പല്ലിലെ വിഷം കുറയുമെന്ന് കരുതിയോ നീ? അതെങ്ങനെയായിരുന്നാലും പാമ്പ് പാമ്പ് തന്നെയാ. ഈ രണ്ട് നാടും ഒന്നാവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഭൈരവാ, ചതിയിൽ ജയിക്കുന്നത് ആണത്വമല്ല. ചതിയോ? നിന്നെ ചതിച്ചത് ഞാനല്ല, നിന്നെ ചതിച്ചത് നിന്റെ ഭാര്യ തന്നെയാണ്, രത്നമ്മ. നിനക്കൊരു മകൻ ജനിച്ചിരുന്നില്ലേ? കുഞ്ഞായിരിക്കുമ്പോ വെള്ളത്തിൽ വീണ് മരിച്ചു പോയെന്ന് രത്നമ്മ പറഞ്ഞില്ലേ? നുണയാതാ. നിന്റെ വീട്ടിലേക്ക് പുറത്തുനിന്ന് ആരോ വന്നു എന്ന് പറഞ്ഞില്ലേ? അവൻ വേറെ ആരുമല്ല, അവനാടാ നിന്റെ മകൻ സൂര്യ. സൂര്യ തന്നെയാടാ നിന്റെ മകൻ. സത്യം പറയാൻ വൈകി പോയലോടാ നീ. എന്റെ ആയുസ് നീ ഇപ്പൊ കൂട്ടി തന്നിരിക്കുക. അവൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ അവനൊരു പേരിട്ടിരുന്നു. മാതാ ഗജ. ഇതാണ് നിങ്ങളുടെ സ്വന്തം മകൻ സൂര്യ. നമുക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ തീയിൽ ചവിട്ടി നിന്നാലും അവിടെ മഴ വന്ന് രക്ഷിക്കും. മനസ്സിൽ കളങ്കമാണെങ്കിൽ ഇനി മഴയിൽ നിന്നാലും ഇടിവെട്ടി ചാമ്പലായി പോകും. നമ്മുടെ രണ്ടുപേരുടെയും ചോര ഒന്നാണെങ്കിൽ അത് രക്തബന്ധം. അതേ ചോര പുറത്ത് ചിന്തി അത് തീപ്പൊരിയാണ്.